നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026-ൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഏറ്റവും ഒടുവിലായി കാസർഗോഡ് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലായി ആകെ 32 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉള്ളത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026-ന്റെ ഭാഗമായുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഇനിയാകെ 32 സ്ഥാനാർത്ഥികളാണ് വിവിധ മണ്ഡലങ്ങളിലായി മത്സരരംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് മഞ്ചേശ്വരം മണ്ഡലത്തിലാണ്, 11 പേർ. കുറവ് കാഞ്ഞങ്ങാട്ടും 4 പേർ. മഞ്ചേശ്വരത്ത് 3 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചു. SDPI സ്ഥാനാർത്ഥി KM അഷ്റഫ്, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ മുഹമ്മദ് റഫീഖ്, N കേശവനായിക് എന്നിവരാണ് ഇവിടെ പത്രിക പിൻവലിച്ചത്. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ 2020 സ്ഥാനാർത്ഥി KV രമണി, കാസർഗോഡ് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി MA ലത്തീഫ് എന്നിവരുടെ പത്രികയും പിൻവലിച്ചു. സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ആകെ 6 സ്ഥാനാർത്ഥികളാണുള്ളത്. ചുറ്റികയും അരിവാളും നക്ഷത്രവും അടയാളത്തിൽ CPIM-ലെ ഡോക്ടർ VPP മുസ്തഫയും, കൈയടയാളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സന്ദീപ് വാര്യറും, ചക്ക അടയാളത്തിൽ 2020-ലെ രവി കുളങ്ങരയും, കത്രിക അടയാളത്തിൽ സ്വതന്ത്രനായ PP മുസ്തഫയും, ചെയിൻ അടയാളത്തിൽ സ്വതന്ത്രനായ VP മുസ്തഫയും, ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ സ്വതന്ത്രനായ സന്ദീപ് എലാട്ടുമാണ് ഇവിടെ ജനവിധി തേടുന്നത്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ആകെ 4 സ്ഥാനാർത്ഥികളുണ്ട്. ധാന്യക്കതിരും അരിവാളും ചിഹ്നത്തിൽ മത്സരിക്കുന്ന CPI-ലെ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിലും, താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലെ M ബൽരാജും, ആന ചിഹ്നത്തിൽ മത്സരിക്കുന്ന ബഹുജൻ സമാജ് പാർട്ടിയിലെ B വിജയകുമാറും, ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസിലെ ഷൈജി ഓട്ടപ്പള്ളിയുമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ. ഉദുമ മണ്ഡലത്തിൽ 6 സ്ഥാനാർത്ഥികളുണ്ട്. ചുറ്റികയും അരിവാളും നക്ഷത്രവും അടയാളത്തിൽ CPIM-ലെ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പുവും, കൈയടയാളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നീലകണ്ഠനും, താമര അടയാളത്തിൽ BJP-ലെ M അനിലാലും, ബൈനോക്കുലേഴ്സ് അടയാളത്തിൽ സ്വതന്ത്രനായ PP കുഞ്ഞമ്പുവും, ബാറ്റ് അടയാളത്തിൽ സ്വതന്ത്രനായ കുഞ്ഞിരാമനും, ഡ്രിൽ മെഷീൻ അടയാളത്തിൽ സ്വതന്ത്രനായ നസീറുമാണ് ഉദുമയിൽ ജനവിധി തേടുന്നത്. കാസർഗോഡ് മണ്ഡലത്തിൽ ആകെ 5 സ്ഥാനാർത്ഥികളുണ്ട്. താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന BJP-ലെ ML അശ്വിനിയും, ഏണി ചിഹ്നത്തിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗിലെ കല്ലട്ടർ മാഹിൻ ഹാജിയും, ബാറ്റ് ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്വതന്ത്രനായ മുഹമ്മദ് അലി ഫത്താബ് VM-ഉം, ഡയമണ്ട് ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്വതന്ത്രനായ AA ഷാനവാസും, ബാറ്ററി ടോർച്ച് അടയാളത്തിൽ മത്സരിക്കുന്ന സ്വതന്ത്രനായ ഷാനവാസ് പാതൂരുമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 11 സ്ഥാനാർത്ഥികളുണ്ട്. ഏണി ചിഹ്നത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ AKM അഷ്റഫും, ചുറ്റികയും അരിവാളും നക്ഷത്രവും അടയാളത്തിൽ CPIM-ലെ KR ജയാനന്ദയും, താമര ചിഹ്നത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലെ K സുരേന്ദ്രനും, ആന അടയാളത്തിൽ ബഹുജൻ സമാജ് പാർട്ടിയിലെ സഞ്ജീവയും, ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ സ്വതന്ത്രനായ കണ്ണൂർ അബ്ദുള്ള മാസ്റ്ററും, ടെലിവിഷൻ അടയാളത്തിൽ സ്വതന്ത്രനായ I അബ്ദുൽ ലത്തീഫും, ബാറ്ററി ടോർച്ച് അടയാളത്തിൽ സ്വതന്ത്രനായ ജീൻ ലവീന മന്ദരയും, ട്രക്ക് അടയാളത്തിൽ സ്വതന്ത്രനായ ജോൺ ഡിസൂസയും, ബാറ്റ് അടയാളത്തിൽ സ്വതന്ത്രനായ മുഹമ്മദ് അഷ്റഫും, ഗ്യാസ് സ്റ്റൗ അടയാളത്തിൽ സ്വതന്ത്രനായ KA മുഹമ്മദ് അഷ്റഫും, ഡയമണ്ട് അടയാളത്തിൽ സ്വതന്ത്രനായ D സുരേന്ദ്രൻ നായരുമാണ് ഇവിടെ നിന്നും ജനവിധി തേടുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.